ശിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെച്ച് കർണാടക. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ തിരച്ചിൽ നിർത്തിവെക്കാനാണ് തീരുമാനം. അതേസമയം തിരച്ചിൽ തുടരണമെന്നാവശ്യപ്പെട്ട കേരളം സമ്മർദ്ദം ശക്തമാക്കും. 13 ദിവസം നീണ്ട തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല. എം സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, പറഞ്ഞതുപോലെ പ്രതികൂല കാലാവസ്ഥ ഈ രക്ഷാപ്രവർത്തനത്തിന് ശക്തമായ ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു ഉണ്ടാക്കിയത്. ആ കാരണം കൂടി ചൂണ്ടിക്കാട്ടിയാണ് കർണാടക ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചത്. എന്നാൽ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ സമ്മർദ്ദം ഇപ്പോഴും തുടരുകയാണ്. ഇനി കർണാടകയുടെ അനുകൂല തീരുമാനമാണ് ഇതിൽ ഉണ്ടാവേണ്ടത്. ആര്യ, തീർച്ചയായും ഈ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം 13ാം ദിവസം പാതി വഴിയിൽ നിർത്തിവെക്കുകയായിരുന്നു കർണാടക സർക്കാർ. ഇന്നലെ 3 മണിയോടുകൂടിയാണ് ഈ ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതായി മാധ്യമങ്ങൾക്ക് മുൻപാകെ ഈ കാർവാർ MLAയും അതോടൊപ്പം തന്നെ ഉത്തര കന്നഡ കലക്ടറും ചേർന്ന് പ്രഖ്യാപിച്ചത്. അതിന് കാരണമായി പറഞ്ഞത് ഈ പ്രതികൂല കാലാവസ്ഥയിൽ തിരച്ചിൽ തുടരാനുള്ള സാഹചര്യമില്ല. നിലവിലെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് തിരഞ്ഞെങ്കിലും ഒന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറുന്ന മുറയ്ക്ക് വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കാം എന്നുള്ള നിലപാടാണ് കർണാടക പറഞ്ഞത്. മാത്രമല്ല, അതിനിടയിൽ ചില ഉപകരണങ്ങൾ എത്തിക്കാനുള്ള, യന്ത്രങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞു. അത് കേരളത്തിലെ തൃശ്ശൂരിലെ മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ഡ്രഡ്ജർ, ഫ്ലോട്ടിംഗ് ഡ്രഡ്ജറാണ്. അതായത് ഈ വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിന്നുകൊണ്ട് മണ്ണ് മാന്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡ്രഡ്ജർ കൊണ്ടുവരാനാണ് തീരുമാനിച്ചത്. ഏതായാലും അത് ഡ്രഡ്ജർ കൊണ്ടുവരാൻ 24 മണിക്കൂറിനകം എത്തിക്കാമെന്ന് കേരളം ഉറപ്പ് നൽകുകയും ചെയ്തു. ആ സമയത്താണ് കർണാടക പറഞ്ഞത് ഡ്രഡ്ജർ എത്തുന്നതിന് മുൻപായി അതിൻ്റെ ടെക്നീഷ്യന്മാർ ഇവിടെ വന്ന് സാങ്കേതിക പരിശോധന നടത്തി ഈ ഗംഗാവാലിയുടെ ഒഴുക്കിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള തരത്തിൽ വ്യക്തത വരുത്തണം. അതിനുശേഷമാണ് യന്ത്രം പുറപ്പെട്ടാൽ മതി എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഈ വിദഗ്ധ സംഘം, അതായത് ഈ ഒരു ഡ്രഡ്ജറിൻ്റെ ഓപ്പറേറ്റർമാർ റോഡ് മാർഗം ശിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്ന് രാത്രിയോടുകൂടി എത്തും. നാളെ ഇവിടെ പരിശോധന നടത്തി ഈ ഒഴുക്കിൽ ഇത് ഈ ഒരു യന്ത്രത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ഉറപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉറപ്പിച്ചാൽ മാത്രമേ അത് തുടർ പ്രവർത്തനം വേഗത്തിൽ നടത്താൻ കഴിയൂ. മാത്രമല്ല, കർണാടക അതിന് വീണ്ടും ഭരണതലത്തിലുള്ള അനുമതിയും കാര്യങ്ങളുമെല്ലാം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാകുന്നത് ഈ ഇത്രയും വലിയ അടിയൊഴുക്കുള്ള ഗംഗാവാലി നദിയിൽ ഈ ഒരു ഡ്രഡ്ജറിനും തിരച്ചിൽ പ്രയാസമായിരിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ കേരളം അതിശക്തമായ നിലപാട് ആവർത്തിക്കുന്നുണ്ട്. മറ്റു മാർഗങ്ങൾ തേടണം. ഈ തിരച്ചിൽ അവസാനിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ടായാലും തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് കേരളം ആവശ്യപ്പെടുന്നത്. അതിനായി തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ആര്യ, ശരി, സന്തോഷാണ് ശിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.